ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ഒക്കെ ആളുകൾ ദുരിതബാധിതർക്ക് എങ്ങനെ ഒരു താൽക്കാലിക പുനരധിവാസം സാധ്യമാക്കാമെന്നുള്ള ചർച്ചകൾ നടക്കുകയാണ്. അതിനിടെ ഇന്നലെ മന്ത്രിതല ഉപസമിതിയൊക്കെ യോഗം ചേരുകയും അത്യാവശ്യം സർക്കാരിന് കീഴിൽ തന്നെയുള്ള കെട്ടിടങ്ങൾ കണ്ടെത്തി അങ്ങനെ പുനരധിവസിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള ആലോചന നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ നിൽക്കുന്നത് കൽപ്പറ്റ മുണ്ടേരിക്കിലെ ഒരു തണലോരം ഷെൽട്ടർ ഹോമിലാണ്. അത് ദേശീയ നഗര ഉപജീവന ദൗത്യത്തിൻ്റെ പദ്ധതി പ്രകാരം തയ്യാറാക്കിയിട്ടുള്ള ഷെൽട്ടർ ഹോമാണ്. അതായത് ഈ തെരുവിലൊക്കെ കഴിയുന്ന ആളുകളെ പുനരധിവസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. ഈ ഒരു കാണുന്ന ഈ കെട്ടിടത്തിൽ 12 മുറികളാണുള്ളത്. 12 മുറികളിൽ ഏതാണ്ട് 25 ആളുകൾക്ക് താമസിക്കാൻ ഉതകുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. കിച്ചൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. ഒപ്പം തന്നെ ഈ മുറികളിലൊക്കെ തന്നെ കൃത്യമായി ബെഡ് ഉൾപ്പെടെ സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു സംവിധാനം എന്നുള്ള നിലയിൽ തന്നെ ഇതിനെ പൂർണ്ണമായും കാണാൻ സാധിക്കും. വാടക നൽകാതെ തന്നെ ആളുകളെ മാറ്റി പാർപ്പിക്കാൻ കഴിയുമെന്നുള്ളത് കൂടിയാണ്. കൃത്യമായി ടൈലിംഗ് ഫ്ലോറിംഗ് ഒക്കെ നടത്തിയിട്ടുള്ള ഒരു കെട്ടിടമാണ്. അതുകൊണ്ട് ആളുകൾക്ക് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നതിനൊന്നും തന്നെ ബുദ്ധിമുട്ടില്ല. റോഡിൽ നിന്ന് എളുപ്പത്തിൽ വാഹനമാർഗം തന്നെ ഈ ഒരു കേന്ദ്രത്തിലേക്ക് എത്താനും സാധിക്കും. ടോയ്ലറ്റ് സൗകര്യം ഒപ്പം തന്നെ കിച്ചൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത്തരം കൂടുതൽ കെട്ടിടങ്ങളിലേക്ക് പോകാനാണ് സർക്കാർ ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. ആ ആലോചന തന്നെയാണ് പ്രധാനമായും മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നത്. മറ്റിടങ്ങളിൽ കൂടി പരിശോധനകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഏതൊക്കെ കെട്ടിടങ്ങൾ ഇത്തരത്തിൽ വാസയോഗ്യമാണ് എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോൾ ലക്കിടിയിലുള്ള നാദ് കൺസ്ട്രക്ഷൻസിൻ്റെ കീഴിലുള്ള ഒരു ഫ്ലാറ്റ്, അവിടെ 40ഓളം ആളുകളെ താമസിപ്പിക്കാം എന്നുള്ള ആലോചനയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ദൂരം വഴിയിലാണെങ്കിൽ പോലുമുള്ള കെട്ടിടങ്ങൾ സംബന്ധിച്ചുള്ള പരിശോധനകളാണ് പ്രധാനമായും നടക്കുന്നത്. അതേസമയം തന്നെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ ഒരു മുറിക്കകത്ത് കൃത്യമായി ബെഡുകളൊക്കെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ ആരും താമസത്തിനില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പൂർണ്ണമായും ഒഴിഞ്ഞു കിടക്കുന്ന സാഹചര്യമുണ്ട്. ആ ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടത്തെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് കൂടി ആലോചിക്കേണ്ടി വരുമെന്നുള്ളത് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കും. അതേസമയം ഞാൻ പറഞ്ഞു വന്നത്, നേരത്തെ നത്തംകുനി ഉള്ള പദ്ധതിയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. നമ്മൾ ആ വാർത്ത കേട്ടിട്ടുള്ളതാണ്. ഏതാണ്ട് 100ഓളം വീടുകൾ അവിടെ ഒഴിഞ്ഞു കിടപ്പുണ്ട്. അതൊക്കെ ഏത് തരത്തിൽ ഈ ഒരു പദ്ധതിക്ക് വേണ്ടി താൽക്കാലിക പുനരധിവാസത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ മേപ്പാടിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന ചൂരൽമലയുടെയും മുണ്ടക്കഴിയുടെയും ഒക്കെ മേഖലയിൽ നിന്ന് കിലോമീറ്ററുകൾ മാറി ഇത്തരത്തിൽ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ള ആലോചന നടത്തുന്നത് എന്നുള്ള ഒരു കാര്യവും കൂടി, ഒരു വൈരുദ്ധ്യവും കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് പറയാതിരിക്കാനും സാധിക്കില്ല. എന്തായാലും ഇത്തരത്തിൽ സർക്കാരിൻ്റെ കീഴിലുള്ള മറ്റു ക്വാർട്ടേഴ്സുകൾ, അത് വാസയോഗ്യമായിട്ടുള്ള ക്വാർട്ടേഴ്സുകളിലേക്ക് താൽക്കാലിക പുനരധിവാസം സാധ്യമാകുമോ എന്നുള്ള വലിയ ചർച്ചയിൽ തന്നെയാണ് ഇപ്പോഴും അധികൃതരുള്ളത്. അത്തരത്തിലുള്ള ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന മന്ത്രിതല ഉപസമിതിയുടെ യോഗങ്ങളിൽ ജനപ്രതിനിധികളൊക്കെ പങ്കെടുത്ത യോഗങ്ങളിൽ പൂർണ്ണമായും നടക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളെ ഉപയോഗിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. അതേസമയം തന്നെ കൃത്യമായി വാടക ഇനത്തിൽ നൽകാനുള്ള തുക, അത് ഒരു വർഷത്തേക്കുള്ളത് ഡെപ്പോസിറ്റായി നൽകണമെന്നുള്ള നിലപാട് മേപ്പാടി പഞ്ചായത്ത് ഉൾപ്പെടെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ ഇനി എന്ത് സമീപനമാണ് സർക്കാർ സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാനുമുള്ളത്.